ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഇക്വിലിബ്രിയത്തിലെ സെക്ഷൻ 7.10 ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ് അതാണ് നമുക്ക് നോക്കാനുള്ളത്. ജസ്റ്റ് ഒരു സ്മോൾ ടോപ്പിക് അയണിക് ഇക്വിലിബ്രിയം ഇൻ സൊല്യൂഷൻ, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ഈ ആസിഡ്, ബേസസ്, സോൾട്ട്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് 3 കോൺസെപ്റ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആദ്യം അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ ആസിഡ് എന്ത്, ബേസിസ് എന്ത്, സോൾട്ട് എന്ത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് കുറച്ചൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസ്, നമ്മൾ സ്റ്റൊമക്കിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അപ്പോ അത് നമ്മുടെ ബോഡിയിൽ 1.2 to 1.5 ലിറ്റർ ആണ് പെർ ഡേ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആസിഡ് അധികം നമുക്ക് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷനിലോട്ടൊക്കെ പോകും, അറിയാലോ. അപ്പൊ അധികം ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് സെക്രീറ്റ് ചെയ്യില്ല. അപ്പൊ ഈ ഒരു ലെവലിലുള്ള അത് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ആണ് അസറ്റിക് ആസിഡ്. നമ്മൾ വിനെഗറിലൊക്കെ യൂസ് ചെയ്യുന്ന അസറ്റിക് ആസിഡ്, പിന്നെ ലെമണ്, ഓറഞ്ച് ജ്യൂസ് അതിലൊക്കെയുള്ള സിട്രിക് ആസിഡ്, അസ്കോർബിക് ആസിഡ്, പിന്നെയുള്ളത് ടാമറിൻഡ് അതിലുള്ള ടാർട്ടാറിക് ആസിഡ്. ഇതൊക്കെ കുറച്ച് ആസിഡുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി ആസിഡ്സിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് ആസിഡ്സ് അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സോർ ടേസ്റ്റ് ആണ്, ഒരു പുളിപ്പ് രസമാണ് ആസിഡ്സിനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ആസിഡ് എന്ന് പറയുന്ന ഐറ്റം ഡിറൈവ് ചെയ്തത് അസിഡ്യൂസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് സോർ എന്നാണ്. ഓക്കെ, ഇനി ആസിഡിന്റെ വേറൊരു ക്യാരക്ടർ ആണ്, നമ്മൾ ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കി മാറ്റാൻ ആർക്ക് പറ്റും? ആസിഡിന് പറ്റും. അതുപോലെ ആസിഡിന്റെ വേറൊരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡ്സ് എന്ത് ചെയ്യും? ഡൈഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു മെറ്റല്, ഏതെങ്കിലും ഒരു മെറ്റൽ കൺസിഡർ ചെയ്യാം. ആ മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ മെറ്റലിനെ നമ്മൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആ ആസിഡിന്റെ അകത്തു നിന്നും എന്ത് ലിബറേറ്റ് ചെയ്യും? ഡൈഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. ഇത് ആസിഡിന്റെ ഒരു മെയിൻ ക്യാരക്ടർ ആണ്. ഓക്കെ, അത് ഓർക്കാം. ഇനി നമുക്ക് ബേസസിനെ കുറിച്ച് നോക്കാം. എന്താണ് ബേസസ്? ബേസസ് എന്ന് പറയുന്നത് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റാൻ കഴിയുന്നവരാണ്. അവരുടെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ അവര് സോപ്പ് ടച്ച് ആയിരിക്കും. അവർ നമ്മൾ തൊടുമ്പോൾ ഒരു സോപ്പി ഫീലിംഗ് ആയിരിക്കും. അത് നമുക്ക് മെയിൻ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ വാഷിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന വാഷിംഗ് സോഡ യൂസ് ചെയ്യുക, അത് നമ്മൾ നോക്കുക. അപ്പൊ അതിന്റെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം, അതൊരു സോപ്പി ഫീലിംഗ് ആയിരിക്കും അവർ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ആസിഡ് എന്താണെന്ന് കണ്ടു, ബേസ് എന്താണെന്ന് കണ്ടു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി എന്താണ് സോൾട്ട്? ആസിഡും ബേസസും നമ്മളൊരു കറക്റ്റ് പ്രപ്പോർഷനിൽ, ഒരു റൈറ്റ് പ്രപ്പോർഷനിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവര് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് തരും? സോൾട്ട് ഫോം ചെയ്യും. ആസിഡും ബേസസും ഒരു റൈറ്റ് പ്രപ്പോർഷനിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമുക്ക് എന്ത്? സോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് സോൾട്ടിന് എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്, ബേരിയം സൾഫേറ്റ്, സോഡിയം നൈട്രേറ്റ്. ഇതൊക്കെ കുറച്ച് സോൾട്ടിന് എക്സാമ്പിൾ ആണ്. നമുക്ക് അറിയാവുന്ന സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഉപ്പില്ലേ, അത് നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സോഡിയം ക്ലോറൈഡ്. അപ്പൊ 2 ആൾക്കാർ ചേർന്നിട്ടാണ്. അതിൽ ഒരാൾ ആസിഡും ഒരാൾ ബേസും ആയിരിക്കും. അപ്പൊ നമുക്കത് എങ്ങനെ പറയാം? സോഡിയം എന്ന് പറയുന്നതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബേസ് ഏതാ? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ. ഇനി ക്ലോറൈഡ്, അപ്പൊ നമ്മൾ ഏതെടുക്കും? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ NaOH-ഉം HCl-ഉം എടുക്കും. അതിന്റെ അകത്തു നിന്ന് H2O എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സോൾട്ട് ആണ് NaCl. ഓക്കെ, സോഡിയം ക്ലോറൈഡ്. ഇനി ഈ സോഡിയം ക്ലോറൈഡിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടല്ലോ. ഒരു ക്ലസ്റ്റർ ആയിട്ടാണ്, അതായത് ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ദേ എക്സിസ്റ്റ് ആസ് എ ക്ലസ്റ്റർ. ഒരു സോളിഡ് സ്റ്റേറ്റിൽ അവരൊരു ക്ലസ്റ്റർ, നമ്മൾ നടുക്ക് കാണുന്ന ഫിഗർ കണ്ടില്ലേ, ക്ലസ്റ്റർ ആയിട്ടാണ് അവർ നിൽക്കുക. ഇതാ കണ്ടോ,
ഇതുപോലെ ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് നിൽക്കുന്നത്, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല നിൽക്കുന്നത്, ചുറ്റും ആരും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഓക്കെ, ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേർന്ന് ഫോം ചെയ്ത ക്ലസ്റ്റർ ആണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് സോഡിയം അയോൺസും നെഗറ്റീവ്ലി ചാർജ്ഡ് ക്ലോറൈഡ് അയോൺസും ചേർന്ന് ഫോം ചെയ്ത ക്ലസ്റ്റർ ആണ് അല്ലെ, Na+ഉം Cl-ഉം. ഇനി ഇവര് തമ്മിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുമല്ലോ, Na+Cl- ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുകയല്ല, അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. അതെന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ആണ് അവരെ ഒന്നിച്ച് പിടിച്ചു വെച്ചിരിക്കുന്നത്. ആരാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ആണ്? ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള Na+ഉം Cl- തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഇവരെ ഒരു ക്ലസ്റ്റർ ആയിട്ട് സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഫോഴ്സിനൊരു എക്സാമ്പിൾ ഉണ്ട്. F is equal to 1/4πε0. ഒരു മിനിറ്റ്, ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്കൊരു ഇക്വേഷൻ പറയാം. എന്താണെന്ന് വെച്ചാല് F equal 1/4πε0 Q1 Q2/r². ഓക്കെ, ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ, 1/4πε0 Q1 Q2/r². ഓക്കെ, അപ്പൊ രണ്ട് ചാർജസ് ആണ് Q1 Q2. ആ രണ്ട് ചാർജസ് തമ്മിലുള്ള സെപ്പറേഷൻ ആണ് R, സ്മോൾ ലെറ്റർ R. ഇനി ε0 എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. എന്താണ്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. നമ്മളിവിടെ ഈ ഫോഴ്സസ് എന്ന് പറയുന്നത് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? ആ മീഡിയത്തിലെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? ഇവിടെ നോക്കിക്കേ, F എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് മീഡിയം. അപ്പോൾ മീഡിയം മാറുന്ന അനുസരിച്ച് നമ്മുടെ എഫും ചേഞ്ച് ചെയ്യും. അപ്പൊ നമ്മളിവിടെ ഏറ്റവും യൂണിവേഴ്സൽ സോൾവെന്റ് ആയിട്ട് എടുക്കുന്ന, യൂണിവേഴ്സൽ മീഡിയം ആയിട്ട് എടുക്കുന്നത് ആരെയാണ്? വാട്ടറിനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വാട്ടറിനാണ് ഏറ്റവും ഹൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ളത്. അത് ഓർത്തോളുക, വാട്ടറിനാണ് ഏറ്റവും ഹൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ളത്. അതിന്റെ വാല്യൂ 80 ആണ്. ഓക്കെ, അപ്പൊ വാട്ടർ ആണ് നമ്മുടെ യൂണിവേഴ്സൽ സോൾവെന്റ്. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ഹൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആയിരിക്കും, അതെന്ന് വെച്ചാൽ 80 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ അവര് തമ്മിൽ, സോഡിയം ക്ലോറൈഡും വാട്ടറും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോ വാട്ടറിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 80 ആവുമ്പോൾ, ഇത് ഹൈ അല്ലേ, ഇത് ഹൈ ആവുമ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് എത്ര ഫാക്ടർ ആയിട്ട് ഡിക്രീസ് ചെയ്യും? 80 ഫാക്ടർ ആയിട്ട് ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവര് തമ്മിലുള്ള, വാട്ടറും സോഡിയം ക്ലോറൈഡും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ 80 എന്ന ഫാക്ടർ ആയിട്ട് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് അവിടെ കുറഞ്ഞു. അതുകൊണ്ട് ആ അയോൺസിന് എന്തായിട്ട് മാറാൻ കഴിയും? ദേ ക്യാൻ ബി ഫ്രീ ടു മൂവ് ഇൻ സൊല്യൂഷൻ. ആ സൊല്യൂഷനിലൂടെ അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയും. കാരണം ഇവർ തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ കുറഞ്ഞു. ബിക്കോസ് വാട്ടറിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 80 ആണ്. അപ്പോൾ ആ 80 ഫാക്ടർ ആയിട്ട് അവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സോഡിയം ക്ലോറൈഡ് അയോൺസിന് എന്തായിട്ട് they can be move freely in the solution. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇവർ നോക്കിക്കേ, ദേ ആർ വെൽ സെപ്പറേറ്റഡ്. അവര് എന്താണ്, നല്ല സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുവാണ്. വാട്ടറിന് തൊട്ടടുത്തല്ല നിൽക്കുന്നത്. ദേ ആർ സെപ്പറേറ്റഡ്. കാരണം വാട്ടർ മോളിക്യൂൾസും ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ മോളിക്യൂൾസും ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ കാരണം അവരെന്തായിരിക്കും? ദേ ആർ വെൽ സെപ്പറേറ്റഡ്. അവര് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. വാട്ടർ ചുറ്റും അവരെ കവർ ചെയ്ത് പിടിച്ച് കവറിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ, അല്ലാതെ അവരുടെ ഇൻസൈഡിലായിട്ട് അല്ല വാട്ടർ കാണുക. സോ അവര് സോഡിയം ക്ലോറൈഡ് ഒരു ക്ലസ്റ്റർ ആണ്, അതൊരു സെറ്റ് ആണ്. അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ആര് കാണുക? വാട്ടർ കാണുക. നിങ്ങൾക്ക് ആ ഫിഗറിൽ നോക്കിയാൽ അറിയാം അല്ലെ, വാട്ടർ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുവാണ് അവരുടെ അടുത്തു നിന്നും. ആ ക്ലസ്റ്ററിന്റെ അടുത്തു നിന്നും
സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മുടെ വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മള് രണ്ട് ആസിഡുകൾ എടുക്കുക, ഹൈഡ്രോക്ലോറിക് ആസിഡും അസറ്റിക് ആസിഡും. ഓക്കെ, രണ്ടുപേരും എന്താണ്, പോളർ ആണ് അല്ലെ? പോളർ എന്ന് വെച്ചാൽ എന്താ, അവർക്ക് ചാർജ് സെപ്പറേഷൻ ഉണ്ട്. HCl എന്ന് പറയുമ്പോൾ H+Cl-. അസറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ CH3CO-H+. ഇപ്പൊ വാട്ടറിൽ അവർ ഡിസോൾവ് ചെയ്യുമ്പോൾ ദേ ക്യാൻ സെപ്പറേറ്റഡ് ഇൻടു അയോൺസ്. സോ അവരെന്താണ്, പോളാർ ആണ്, കോവലന്റ് മോളിക്യൂൾസ് ആണ്. പക്ഷെ ഇവർ തമ്മിലുള്ള ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോർമർ എന്ന് പറഞ്ഞേക്കുന്ന ആര്യ, HCl ആണ്. ഈ HCl എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അയോണൈസ്ഡ്. അത് കംപ്ലീറ്റ് ആയിട്ടും വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും അവർക്ക് ഡിസോൾവ് ചെയ്യാൻ കഴിയും. ഇപ്പൊ 5 HCl ഉണ്ടെങ്കിൽ കറക്റ്റ് 5 H+ഉം കറക്റ്റ് 5 Cl- നമുക്ക് കിട്ടും. ആ ടോട്ടൽ അവരുടെ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള അയണൈസേഷൻ, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്തിട്ട് അവരുടെ അയോൺസ് ആയിട്ട് അവർക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും, HCl-ന് പറ്റും. ഓക്കെ, പക്ഷേ നമ്മുടെ ലേറ്റർ കൊണ്ട് പറഞ്ഞേക്കുന്ന CH3COOH ആണ്. ഇവരെന്താണ് ചെയ്യുക, അവർ പാർഷ്യലി മാത്രമേ അയണൈസ് ചെയ്യുള്ളൂ. അതായത് നമ്മളിപ്പോൾ 10 CH3COH എടുത്താൽ അതിൽ ഒരു 7 വല്ലോമേ CH3CO- ആയിട്ടും അതിലൊരു 5 ലെസ് ദാൻ 5 ആയിരിക്കും H+ ആയിട്ടും ഡിസോസിയേറ്റ് ചെയ്ത് പോവുള്ളൂ. ഓക്കെ, അപ്പോ ഏതൊക്കെ ഫാക്ടർ ആണ് ഈ ഒരു അയണൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് അറിയണം. എന്തുകൊണ്ടാണ് ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്തത്, ഒരാൾ പാർഷ്യലി അയണൈസ് ചെയ്തത്? അതിന്റെ കാരണം എന്താണ്? അതിന് ഡ്യൂ ടു 2 റീസൺസ് ആണുള്ളത്. ഒരു റീസൺ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ബോണ്ട്, ആ ബോണ്ടിന്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തേത് എക്സ്റ്റെന്റ് ഓഫ് സോൾവേഷൻ ഓഫ് അയോൺസ്. സോൾവേഷൻ ഓഫ് അയോൺസ് എന്ന് വെച്ചാൽ വാട്ടറുമായിട്ടുള്ള അവരുടെ ഇന്ററാക്ഷൻ, ആ ഒരു ഇന്ററാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ സ്ട്രെങ്ത് ഓഫ് ബോണ്ട്. ഈ രണ്ട് ഫാക്ടറിനെ വെച്ചിട്ടാണ് എന്ത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക, അയണൈസേഷൻ എന്തോരം എക്സ്റ്റെന്റിൽ പോകും, കംപ്ലീറ്റ് അയണൈസേഷൻ ആണോ പാർഷ്യൽ അയണൈസേഷൻ ആണോ എന്ന് പറയുന്നത്. ഡ്യൂ ടു സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് സോൾവേഷൻ ഓഫ് അയോൺസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഈ രണ്ട് ഫാക്ടേഴ്സ് ഓർക്കുക. ഓക്കെ, നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് ടേംസ് ആണ് ഡിസോസിയേഷൻ എന്നും അയണൈസേഷൻ എന്നും, അല്ലെ? ഡിസോസിയേഷനും അയണൈസേഷനും. ശരിക്കും നമ്മൾ ഡിസോസിയേഷൻ അയണൈസേഷനും രണ്ടും ഡിഫറെന്റ് മീനിങ് ആയിട്ടായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, രണ്ടുപേർക്കും ഡിഫറെന്റ് മീനിങ് നമ്മൾ കൊടുത്തിരുന്നത്. ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടറിൽ അയോൺസ്, അതായത് ഇപ്പം Na+Cl- ഞാൻ എടുക്കുവാണ്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ ആയിട്ട് Na+Cl-. ഓക്കെ, ഇത് രണ്ടും ഒരു അയോൺ ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ അയോൺസ് ആയിട്ട് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആളെ ഞാൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, Na+ഉം Cl- ആയിട്ട് സെപ്പറേറ്റ് ആയി പോകും. ഓക്കെ അല്ലേ? ഇപ്പൊ ഡിസോസിയേഷൻ എന്ന് വെച്ചാല് ഓൾറെഡി അയോൺസ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്തിരുന്നവർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മാറും. അവര് സോളിഡ് സ്റ്റേറ്റിൽ അയോൺസ് ആയിട്ട് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റില് അയോൺസ് ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്ത് ഇരുന്നവർ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത കേസിൽ അവരുടെ അയോൺസിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നു. അത്രേ ഉള്ളൂ ഡിസോസിയേഷൻ എന്ന് വെച്ചാൽ. പക്ഷേ അയണൈസേഷൻ എന്ന് വെച്ചാൽ ഒരു ന്യൂട്രൽ മോളിക്യൂള്, ഞാൻ ഒരു എക്സാമ്പിൾ HCl എടുക്കാവേ. HCl ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആയിട്ട് ഇരിക്കുമായിരുന്നു. അവര് സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ H+ഉം Cl- ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ആദ്യത്തെ കേസിൽ പറഞ്ഞത് ചാർജ് ആയിട്ടുള്ള ആള് സെപ്പറേറ്റ് ആയിട്ട് മാറുന്നു. ഇത് ന്യൂട്രൽ ആയിട്ട് നിന്നിരുന്ന ഒരാള് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുമ്പോൾ അവരുടെ അയോൺസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നമ്മള് ഈ രണ്ട് ടേംസിനെയും ഒരേപോലെയാണ് യൂസ് ചെയ്യുന്നത്. ഡിസോസിയേഷൻ അയോണൈസേഷനും ഒരേ കോൺസെപ്റ്റിൽ തന്നെയാണ് പറയാറ്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടത് എന്തായിരുന്നു, ആസിഡിന്റെ ജനറൽ ക്യാരക്ടേഴ്സ്, ബേസിന്റെ ക്യാരക്ടേഴ്സ്, പിന്നെ സോളിഡ് ആയിട്ട് എക്സാമ്പിൾ നമ്മൾ സോഡിയം ക്ലോറൈഡ് എടുത്തു, അവരുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ പറഞ്ഞു, പിന്നെ
നമ്മൾ രണ്ട് ആസിഡുകൾ എങ്ങനെയാണ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആവുക, ഒരാൾ പാർഷ്യലി പോളറൈസ്ഡ് ആവുക, അതിന് റീസൺ പറഞ്ഞു. പിന്നെ ഡിസോസിയേഷൻ, അയണൈസേഷൻ, ഈ രണ്ട് ടേംസ് നോക്കി. ഓക്കെ, ഇനിയാണ് നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റിലോട്ട് കിടക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇനി ആസിഡിന്റെയും ബേസിന്റെയും 3 കോൺസെപ്റ്റുകൾ പഠിക്കും. അത് 3 ഇമ്പോർട്ടന്റ് ആണ്, 3ഉം തിരിഞ്ഞും പോകരുത്. ഓക്കെ അല്ലേ? നോക്കാം. ഫസ്റ്റ് പറയുന്നത് അറീനിയസ് കോൺസെപ്റ്റ് ആണ്. അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഇനി ഈ അറീനിയസ് തിയറി വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്? ആസിഡ് എന്ന് പറയുന്നത് വാട്ടറിൽ, ആ ടേം ഓർത്തോണം, വാട്ടറിൽ അവര് ഡിസോൾവ് ചെയ്യുമ്പോൾ അവരെന്തായിട്ട് നമുക്ക് തരും? ഹൈഡ്രജൻ അയോൺസ് തരും. ബേസ് ആണെങ്കിൽ അവരെന്ത് തരും? ഹൈഡ്രോക്സിൽ അയോൺസ് തരും ഇൻ വാട്ടർ. ഓക്കെ, വാട്ടറിലാണ് അവർ ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ആസിഡ് ആണെങ്കിൽ H പ്ലസിന് തരും, ബേസ് ആണെങ്കിൽ OH മൈനസിനെ തരും ഇൻ വാട്ടർ. ഓക്കെ അല്ലേ? Acids are substances that dissociates in water to give hydrogen ions, and bases are substances that produce hydroxyl ions, that is OH minus ions. Important ആണ്, ആ സെന്റൻസ് ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്കതൊരു ഇക്വേഷൻ പോലെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം. നോക്കിക്കോളൂ. HX ആണ് എന്റെ ആസിഡ്. അത് അയണൈസ് ചെയ്തു, വാട്ടറിൽ അയണൈസ് ചെയ്യുമ്പം H പ്ലസും X മൈനസുമായിട്ട് മാറി. ഇനി എനിക്ക് അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ എഴുതാം. HXനെ ഞാൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചു. അപ്പോൾ ആ ഫോം ചെയ്യുന്ന H പ്ലസ് ഉണ്ടല്ലോ, അത് ആർക്ക് കൊടുക്കും? വാട്ടറിന് കൊടുക്കും. അപ്പൊ വാട്ടർ എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്തു? H3O പ്ലസ് ആയിട്ട് മാറി. പിന്നെ ഒരു X മൈനസും കിട്ടി. ഓക്കെ, രണ്ടും ഒരേ മീനിങ്ങേ ഉള്ളൂ. ഇനി ഇതില് ഒരു ബെയർ പ്രോട്ടോൺ എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ഇല്ലാത്ത പ്രോട്ടോൺ ആണ് ബെയർ പ്രോട്ടോൺ. H പ്ലസ് അവരുടെ ഇലക്ട്രോൺസിനെ കൊടുത്തിട്ടാണ് H പ്ലസ് ആയിട്ട് മാറിയത്. ആ ഒരു ബെയർ പ്രോട്ടോൺ വളരെ റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അക്വസ് സൊല്യൂഷനിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്? നമ്മുടെ വാട്ടറിലെ ഇങ്ങനെയാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്. ഈ H പ്ലസ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയല്ല, അവരെന്ത് ചെയ്യും? നമ്മുടെ വാട്ടർ മോളിക്യൂളിലെ ഓക്സിജനിലേക്ക് ബോണ്ട് ചെയ്യും. വാട്ടർ മോളിക്യൂളിൽ ലോൺ പെയർ ഉണ്ടല്ലോ ഓക്സിജനില്, അവരുമായിട്ട് വാട്ടർ മോളിക്യൂളിലെ ലോൺ പെയറുമായിട്ട് ബോണ്ട് ചെയ്യും ഈ H പ്ലസ്. അങ്ങനെയാണ് നമുക്ക് ഈ H3O പ്ലസ് എന്നുള്ള സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അതിന് നമ്മൾ എന്തെന്ന് പറയും? അതിന്റെ ഷേപ്പിനെ നമുക്ക് ട്രയോഗണൽ പിരമിഡൽ ഹൈഡ്രോണിയം അയോൺ, അതാണ് H3O പ്ലസ്. നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഒന്ന് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. H3O പ്ലസിന്റെ സ്ട്രക്ചർ നോക്കാം. ഇതാണ് നമ്മുടെ ഹൈഡ്രോണിയം അയോണിന്റെ സ്ട്രക്ചർ. H3O പ്ലസിന്റെ വേറെ എക്സാമ്പിൾ ആണ്. കുറെ നമുക്ക് പ്രോട്ടോണൈറ്റ് ചെയ്ത് H3O പ്ലസിനെ വീണ്ടും പ്രോട്ടോണൈറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് H5O2 പ്ലസ് കിട്ടും, വീണ്ടും പ്രോട്ടോണൈറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ട്രയോഗണൽ പിരമിഡൽ സ്ട്രക്ചർ ആണ് ഇവർക്കുള്ളത്. ആ ടേം ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇവരുടെ സ്ട്രക്ചർ, ഹൈഡ്രോണിയം അയോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രയോഗണൽ പിരമിഡൽ ആണ്. ഓക്കെ, അപ്പൊ H3O പ്ലസ് എങ്ങനെയാ ഫോം ചെയ്തത്? ആ ബെയർ പ്രോട്ടോൺ H പ്ലസ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഓക്സിജനിലെ ലോൺ പെയറുമായിട്ട് ഇവരെന്ത് ചെയ്യും? ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് H3O പ്ലസ്. അതിന്റെ ഷേപ്പ് ട്രയോഗണൽ പിരമിഡ്. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസ്സില് H പ്ലസ് H3O പ്ലസ് ഒക്കെ ഒരേ മീനിങ്ങിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഹൈഡ്രേറ്റഡ് പ്രോട്ടോൺ, അത്രേ ഉള്ളൂ അതിന്റെ മീനിങ്. ഒരു ഹൈഡ്രേറ്റഡ്, അതായത് അവരുടെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് ഫോം ചെയ്തതാണ് ഇവര്. അങ്ങനെയുള്ളൊരു ഹൈഡ്രേറ്റഡ് പ്രോട്ടോൺ ആയിട്ടാണ് ഈ ഒരു ക്ലാസ് നമ്മൾ H പ്ലസിനെയും H3O പ്ലസിനെയും ഒരേ മീനിങ്ങിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ ആസിഡിന്റെ കേസ് ഞാൻ പറഞ്ഞു, അവരെന്ത് ചെയ്യുന്നു? H പ്ലസ് റിലീസ് ചെയ്യും. നമുക്കിനി ബേസിലോട്ട് വരാം. ഇനി ഒരു ബേസ് എന്താണ് ചെയ്യുന്നത്? ഈ ബേസ് വാട്ടറിൽ എന്തായിട്ട് മാറും?
എം പ്ലസും OH മൈനസുമായിട്ട് മാറും. ഓക്കെ അല്ലേ? ഒരു ബേസ് മോളിക്യൂള് അക്വസ് സൊല്യൂഷനിൽ എന്തായിട്ട് മാറും? എം പ്ലസ് OH മൈനസ്. ഓക്കെ, നമുക്ക് ഇത്രയും ക്ലിയർ ആയല്ലോ. ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്? They are the substances that dissociates in water to give hydrogen ions. Okay, H പ്ലസിനെ തരുന്നവരാണ്. ബേസിസ് എന്ന് വെച്ചാൽ എന്താണ്? They are the substances that produce hydroxyl ions. Hydroxyl ions എന്ന് വെച്ചാൽ OH മൈനസ് അയോൺസിനെ തരുന്നവരാണ്. ഇനി നമ്മൾ ഇവരുടെ ലിമിറ്റേഷൻ എന്താണെന്ന് പറയുക. ഈ അറേനിയസ് കോൺസെപ്റ്റ് എന്താ നമ്മൾ പഠിച്ചു, അതിന് എക്സാമ്പിൾ വെച്ച് പഠിച്ചു, ഇക്വേഷൻ കണ്ടു. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ബേസിന് എക്സാമ്പിൾ NaOH നമുക്ക് പറയാം കേട്ടോ. NaOH ഒരു എക്സാമ്പിൾ അല്ലേ? കാരണം ഇവിടെ വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ ഈ ബേസിൽ Na പ്ലസും OH മൈനസും ആയിട്ടില്ല ഡിസോസിയേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു OH മൈനസ് കിട്ടുമല്ലോ. സോ NaOH എന്താണ്? ഒരു അറേനിയസ് ബേസ് ആണ്. HCl ഒരു അറേനിയസ് ആസിഡ് ആയിട്ട് നമുക്ക് പറയാം. കാരണം എന്താ? വാട്ടറിൽ അവര് H പ്ലസും Cl മൈനസും ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി ഇവരുടെ ലിമിറ്റേഷനിലോട്ട് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആയിരുന്നു, പക്ഷെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ഇവർക്കുള്ളത് 2 ലിമിറ്റേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഹിന്റ് തന്നിരുന്നു. വാട്ടർ എന്നൊരു ടേം ഞാൻ ഓർക്കാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അത് ഇവരുടെ ലിമിറ്റേഷൻ ആണ്. ഇത് നമ്മൾ അക്വസ് സൊല്യൂഷനിൽ മാത്രമേ പറയുന്നുള്ളൂ അല്ലേ? ഒരു അക്വസ് സൊല്യൂഷനിൽ നമ്മൾ ആസിഡ് ഡിസോൾവ് ചെയ്യുന്നു, ഒരു അക്വസ് സൊല്യൂഷനിൽ നമ്മൾ ബേസ് ഡിസോൾവ് ചെയ്യുന്നു. ആ ഒരു കേസ് മാത്രമാണ് അറീനിയസ് കോൺസെപ്റ്റിൽ ഇവര് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത് അവരുടെ ഒരു ലിമിറ്റേഷൻ ആണ്. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ അമോണിയ എടുക്കുക. അമോണിയ നമ്മൾ ബേസ് ആയിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്? അമോണിയ ഒരു ബേസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അമോണിയക്ക് എവിടെയാണ് OH ഉള്ളത്? അവരെങ്ങനെയാണ് ഒരു OHനെ ഡിസോസിയേറ്റ് ചെയ്ത് തരുന്നത്? പക്ഷെ എങ്കിലും ഇവരെന്താണ്? ഇവരൊരു ബേസ് ആണ്. അപ്പൊ നമ്മുടെ ഈ അറേനിയസ് കോൺസെപ്റ്റ് വെച്ചിട്ട് ആസിഡ് ബേസ് ഏത് എന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയല അല്ലേ? അപ്പൊ ഈ 2 ലിമിറ്റേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് അറേനിയസ് കോൺസെപ്റ്റിന്റെ 2 ലിമിറ്റേഷൻസ്. ഒന്ന്, അക്വസ് സൊല്യൂഷനിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണിത്. 2, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ലാത്ത മോളിക്യൂൾസും ബേസിക് ആണ്, പക്ഷെ അവരുടെ ബേസിക് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഓക്കെ ഓക്കെ അപ്പോ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ആസിഡിനെയും ബേസിനെയും പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരുടെ ലിമിറ്റേഷൻ ഓവർകം ചെയ്തുകൊണ്ട് വേറെ ആരെങ്കിലും വരുമല്ലോ. നമ്മൾ ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കുന്നത് പോലെ ഓരോ ആറ്റത്തിന്റെ സ്ട്രക്ചർ അവരുടെ ലിമിറ്റേഷൻ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവരെ വിട്ടു, പിന്നെ അടുത്ത ആളെ എടുത്തു. നമ്മൾ ഇനി ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് എടുക്കാവേ. ഇനി ഈ ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് ഇല്ല, ഇതിന്റെ അകത്ത് പറയുന്നത് കുറച്ചുകൂടെ മോർ ജനറൽ ആയിട്ടൊരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ആസിഡ് എന്ന് പറയുന്നത് അവര് ഹൈഡ്രജൻ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കേപ്പബിൾ ഉള്ളവരായിരിക്കും. ബേസസ് എന്ന് പറയുന്നവരോ ഹൈഡ്രജൻ അയോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരായിരിക്കും. ഇവിടെയും ഹൈഡ്രജൻ അയോൺസ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. OH മൈനസ് എന്നുള്ള ടേം വിട്ടു. ആസിഡ് എന്ന് പറയുന്നത് അവർക്ക് H+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയും. ബേസ് എന്ന് പറയുന്നവർക്ക് H+ അയോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഷോർട്ട് ആയിട്ട് എന്ത് പറയാം? ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണർ ആൻഡ് ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റർ. സിമ്പിൾ ആയില്ലേ? ആസിഡ് പ്രോട്ടോൺ ഡോണർ ആൻഡ് ബേസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എവിടെ എഴുതാം? ഈ ഒരു എക്സാമ്പിൾ, ഇതിന്റെ റിവേഴ്സും ഞാൻ എഴുതാമേ.
നോക്കിക്കോളൂ. ഇതെന്ന് പറയുന്നത് അമോണിയയെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ NH3 നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ NH4+ഉം OH- കിട്ടി. ഓക്കെ, ഇവിടെ നോക്കിക്കേ, അമോണിയ എന്ന് പറയുന്നവര് NH4+ ആയേക്കുവാണ്. അതായത് അവർക്ക് ഒരു പ്രോട്ടോൺ ആഡ് ചെയ്തേക്കുവാണ് അല്ലെ. 3 പ്രോട്ടോണേ ഉള്ളായിരുന്നു. പക്ഷെ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ അവർക്ക് 4 പ്രോട്ടോൺ ആയി. അതായത് ഒരു പ്ലസ് എച്ച് അവിടെ നടന്നിരിക്കുകയാണ്. ഇവർക്ക് പ്രോട്ടോൺ ആഡ് ചെയ്തിരിക്കുവാണ്. നിങ്ങൾ എന്നാ H2O നോക്കിക്കേ. H2O എന്ന് പറയുമ്പോൾ ഇവർക്ക് OH- ആയി. അതായത് ഒരു പ്രോട്ടോൺ നഷ്ടപ്പെട്ടിരിക്കുവാണ് ചെയ്യുന്നത്. -H+. ഓക്കെ, ഒരു പ്രോട്ടോൺ നഷ്ടപ്പെട്ടു. അപ്പോ ഇത് വെച്ചിട്ട് നമുക്ക് ആസിഡ് ആര്, ബേസ് ആര് എന്ന് പറയാലോ. പ്രോട്ടോൺ ആഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യുന്നവർ ആരാണ്? ബേസ് ആണ് അല്ലെ, നമ്മളിപ്പോ പഠിച്ചല്ലേ. അപ്പോ അമോണിയ എന്താണ് ഇവിടെ? ബേസ് ആണ്. വാട്ടർ എന്താണ്? പ്രോട്ടോണെ ഡൊണേറ്റ് ചെയ്തവരാണ്, പ്രോട്ടോണെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. സോ അവരാരാണ്? ആസിഡ് ആണ്. ക്ലിയർ ആയില്ലേ? ബേസ് എന്ന് വെച്ചാൽ പ്രോട്ടോണെ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഈ NH3 പ്രോട്ടോണെ അക്സെപ്റ്റ് ചെയ്തിട്ടല്ലേ NH4+ ആയത്. സോ NH3 ആരാണ്? ബേസ് ആണ്. ഈ വാട്ടർ എന്ന് പറയുന്നവർ ഒരു H+നെ കളഞ്ഞിട്ടാണ് OH- ആയത്. സോ വാട്ടർ എന്ന് പറയുന്നത് ഈ കേസിൽ ആരാണ്? ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവരെ നമുക്ക് എന്തെന്ന് പറയാം? ലോറി ബ്രോൺസ്റ്റഡ് ആസിഡ് ആൻഡ് ബേസ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ലോറി ബ്രോൺസ്റ്റഡ് ആസിഡ് ആൻഡ് ബേസ്. ഇനി ഞാൻ എന്റെ റിവേഴ്സ് റിയാക്ഷൻ ഒന്ന് നോക്കിക്കേ. ഈ താഴെ എഴുതിയേക്കുന്ന റിവേഴ്സ് റിയാക്ഷൻ. ഈ റിവേഴ്സ് റിയാക്ഷനില് ഇത് NH4+ NH3 ആയി. അതായത് പ്രോട്ടോൺ നഷ്ടപ്പെടുത്തി. പ്രോട്ടോൺ നഷ്ടപ്പെടുത്തിയവർ ആരാണ്? ആസിഡ് ആണ്. OH- ആയി. അതായത് ഒരു വാട്ടർ ഒരു H+ കിട്ടി. അപ്പോ H+നെ അക്സെപ്റ്റ് ചെയ്യുന്നവർ ആരാണ്? ബേസ് ആണ്. ക്ലിയർ ആയില്ലേ? ഇവിടെ H+ NH4+ നിന്നും നഷ്ടപ്പെട്ടു. അത് ആർക്ക് കൊടുത്തു? OH- കൊടുത്തു. അപ്പൊ ഇവിടെ NH4+ ആരായി മാറി? ബ്രോൺസ്റ്റഡ് ആസിഡ് ആയിട്ട് മാറി. OH- ആരായിട്ട് മാറി? ബ്രോൺസ്റ്റഡ് ബേസ് ആയിട്ട് മാറി. ഓക്കെ അല്ലേ? ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഒരു ഇമ്പോർട്ടന്റ് ടേം നമ്മളോട് പഠിച്ചു വെക്കേണ്ടതാണ്. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. എന്താണ്? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഓക്കെ, ഈ ഒരു ടേം നമ്മുടെ ഓർത്ത് വെക്കേണ്ട ഒരു ടേം ആണ്. ഇത് വെച്ച് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് വെച്ചാല് പേരിൽ തന്നെ ഉണ്ട്, ഇവരൊരു ആസിഡ് ബേസ് പെയർ ആണ്. ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ ആകെ ഒരു പ്രോട്ടോണിന്റെ ഡിഫറൻസ് ഇവർ തമ്മിൽ ഉണ്ടാവുള്ളൂ. ദ ആസിഡ് ബേസ് പെയർ ദാറ്റ് ഡിഫർ ഓൺലി ബൈ 1 പ്രോട്ടോൺ. ഒരു പ്രോട്ടോണിന്റെ കുറവോ അല്ലെങ്കിൽ കൂടുതലോ, അതപ്പോ ഡിഫറൻസ് എന്ന് നമുക്ക് പറയാം. പ്രോട്ടോൺ കൂടുകയോ കുറയോ ചെയ്യാം ഒരെണ്ണം. ആകെ ഒരു പ്രോട്ടോണിന്റെ ചേഞ്ച് മാത്രം ഉണ്ടെങ്കിൽ ആ ആസിഡ് ബേസ് പെയറിനെ നമുക്ക് എന്തെന്ന് പറയാം? കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഇവിടെ ഒരു മേലിൽ എഴുതിയ എക്സാമ്പിൾ വെച്ച് നോക്കിക്കോ. ഇവിടെ ഈ OH- നോക്കിക്കേ, H2O ആയിട്ട് നോക്കിക്കേ. H2O ആരായിരുന്നു? നമ്മുടെ ആസിഡ് ആയിരുന്നു ഈ കേസിൽ അല്ലേ. ഓക്കെ, അപ്പൊ H2Oയിൽ നിന്നും ഒരു H പോയി വന്നയാളല്ലേ OH-. സോ ഇവരെ ഇത് നമ്മുടെ ആസിഡ് വാട്ടറിന്റെ കോൺജുഗേറ്റ് ബേസ് എന്നാണ് ഇവരെ പറയുക. എന്താണ്? നമ്മുടെ ആസിഡ് ആയ വാട്ടറിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് ആര്? OH-. ഇത് നമ്മൾ ഈ മൈനസ് ഉള്ളവരെ ബേസ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അടുത്ത കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും കേട്ടോ. ഇപ്പൊ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഒരു ആസിഡിൽ നിന്ന് ഒരു H+ പോയി കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. അപ്പോ OH- എന്ന് പറയുന്നത് ഇവിടെ ആസിഡ് H2Oയുടെ കോൺജുഗേറ്റ് ബേസ് ആണ്.
അത് തിരിഞ്ഞു പോവരുത്. കോൺജുഗേറ്റ് ആസിഡ് അല്ല, കോൺജുഗേറ്റ് ബേസ് ആണ്. ആസിഡിൽ നിന്നും കിട്ടുന്നത് കോൺജുഗേറ്റ് ബേസും, ബേസിൽ നിന്നും കിട്ടുന്നത് കോൺജുഗേറ്റ് ആസിഡും ആണ്. അപ്പൊ ഇവിടെ ആസിഡ് ആയിട്ടുള്ള H2Oയിൽ നിന്ന് ഒരു H+ പോയി കഴിഞ്ഞപ്പോൾ കിട്ടിയ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ബേസ് ആയ OH- ആണ്. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആകും. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഓക്കെ ആവും. ഓക്കെ, അപ്പൊ ഞാൻ കോൺജുഗേറ്റ് ബേസ് പറഞ്ഞു. ഇനി അടുത്തത് കോൺജുഗേറ്റ് ആസിഡ്. ആണ് ഞാൻ ഈ അമോണിയ എടുക്കാം. അമോണിയ എന്റെ ബേസ് അല്ലേ? ഈ ബേസ് ആയ അമോണിയയിൽ ഒരു H+ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് കോൺജുഗേറ്റ് ആസിഡ് ആണ്. എന്താണ്? കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, ബേസ് ആയ അമോണിയയിൽ ഒരു H+ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് കോൺജുഗേറ്റ് ആസിഡ് ഓഫ് ദ ബേസ് NH3. ബേസ് ആയിട്ടുള്ള NH3യുടെ കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ അല്ലേ? നമുക്ക് നമ്മുടെ റിവേഴ്സ് റിയാക്ഷൻ ഇതൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആകും. ഇത് ബ്രോൺസ്റ്റഡ് ആസിഡ് ആണ് അല്ലെ? NH4+. കാരണം ഈ NH4+ ഒരു നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവർ ആസിഡും റിവേഴ്സ് റിയാക്ഷനിൽ ഇവര് ബ്രോൺസ്റ്റഡ് ബേസും ആണെന്ന് പറഞ്ഞതാ. കാരണം NH4+ന്റെ അകത്ത് അതിന്റെ അകത്തുനിന്ന് ഒരു പ്രോട്ടോൺ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ, പ്രോട്ടോൺ ഡോണർ ആകുമ്പോഴാണല്ലോ NH3 ആവുക. അപ്പൊ പ്രോട്ടോ ഡോണേഴ്സ് ആർ ആസിഡ്സ്. ഓക്കെ, അപ്പൊ ഈ NH4+ ബ്രോൺസ്റ്റഡ് ആസിഡും OH- ബ്രോൺസ്റ്റഡ് ബേസും ആണ്. ഈ NH4+ൽ നിന്ന് ഒരു H+ കുറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺജുഗേറ്റ് ബേസ് കിട്ടും. ഓക്കെ, ഈ OH- ആയിട്ടുള്ള ബേസിൽ നിന്ന് ബേസിലേക്ക് ഒരു H+ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺജുഗേറ്റ് ആസിഡ് കിട്ടും. തിരിഞ്ഞാണ് കേട്ടോ. ബ്രോൺസ്റ്റഡ് ആസിഡിൽ നിന്ന് കിട്ടുന്നത് കോൺജുഗേറ്റ് ബേസും, ബ്രോൺസ്റ്റഡ് ബേസിൽ നിന്ന് കിട്ടുന്നത് കോൺജുഗേറ്റ് ആസിഡും ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒന്നുകൂടി ഒരു ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഒരേ ഒരു കാര്യം ഓർത്തിരുന്നാൽ ഇതെല്ലാം ഇപ്പൊ ശരിയാവും. ഇത്ര ഓർത്തിരുന്നാൽ മതി. കോൺജുഗേറ്റ് ആസിഡിന് ഒരു പ്രോട്ടോൺ കൂടുതലായിരിക്കും, എക്സ്ട്രാ 1 പ്രോട്ടോൺ ആയിരിക്കും. അപ്പൊ കോൺജുഗേറ്റ് ബേസിനോ ഒരു പ്രോട്ടോൺ കുറവായിരിക്കും. ഇത്രയും ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഈ ഒരാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു എക്സ്ട്രാ പ്രോട്ടോൺ ഉണ്ടാകും. അത് തിരിഞ്ഞു പോവരുത്. കോൺജുഗേറ്റ് ആസിഡിന് ഒരു എക്സ്ട്രാ പ്രോട്ടോൺ ഉണ്ടാകും, കോൺജുഗേറ്റ് ബേസിന് ഒരു പ്രോട്ടോൺ കുറവായിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എടുക്കുന്ന ബ്രോൺസ്റ്റഡ് ആസിഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് വീക്ക് ആയിരിക്കും. എന്ന് ഓർത്തു വെക്കുക. ഞാൻ എടുക്കുന്ന ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ അതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന കോൺജുഗേറ്റഡ് ബേസ് എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. തിരിച്ച് ഞാൻ എടുക്കുന്ന ബ്രോൺസ്റ്റഡ് ബേസ് സ്ട്രോങ് ആണെങ്കിൽ കിട്ടുന്ന കോൺജുഗേറ്റഡ് ആസിഡ് എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. ഇനി കോൺജുഗേറ്റ് ബേസ് സ്ട്രോങ് ആണെങ്കിൽ ആ ആസിഡ് എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. ഇപ്പൊ ഒരാൾ വീക്ക്, ഒരാൾ സ്ട്രോങ്, അത്രേ ഉള്ളൂ. അത് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. രണ്ടും സ്ട്രോങ് ആയിരിക്കുമല്ല, രണ്ടും വീക്കും ആയിരിക്കുമല്ല, രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. ആസിഡിന്റെ അകത്തു നിന്ന് ഒരു പ്രോട്ടോൺ കുറഞ്ഞാൽ എനിക്ക് കോൺജുഗേറ്റ് ബേസ് കിട്ടും. ഓക്കെ, ബേസിന്റെ അകത്തുനിന്ന് ഒരു പ്രോട്ടോൺ കൂടിയാൽ എനിക്ക് എന്ത് കിട്ടും? കോൺജുഗേറ്റഡ് ആസിഡ് കിട്ടും. നിങ്ങൾ അങ്ങനെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളോട് ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് കോൺജുഗേറ്റ് ആസിഡ് എഴുതുക, കോൺജുഗേറ്റ് ബേസ് എഴുതുക എന്നേ ചോദിക്കുള്ളൂ. അപ്പോൾ ഒരു പ്രോട്ടോൺ കൂട്ടി എഴുതിയാൽ അത് കോൺജുഗേറ്റ് ആസിഡ് ആയിട്ട് കിട്ടും, ഒരു പ്രോട്ടോൺ കുറച്ച് എഴുതിയാൽ അത് കോൺജുഗേറ്റ് ബേസ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ NH3+H2 NH4+OH-. അത് ഇതിന്റെ എക്സാമ്പിളിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ അതിന്റെ ജനറൽ ആയിട്ടുള്ളതും പറഞ്ഞു. ഓക്കെ അല്ലേ? ജനറൽ ആയിട്ടുള്ള കാര്യം ക്ലിയർ ആയില്ലേ? അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടത്. അതാ ഈ ഒരു സെന്റൻസ്.
കോൺജുഗേറ്റ് ആസിഡിന് ഒരു എക്സ്ട്രാ പ്രോട്ടോണും കോൺജുഗേറ്റ് ബേസിന് ഒരു പ്രോട്ടോൺ കുറവായിരിക്കും. ഓക്കെ, ഇതുപോലെ ഒരു വേറൊരു എക്സാം കൂടെ നമുക്ക് പറയാം. അപ്പൊ നമുക്കൊന്നും കൂടെ നമുക്കിത് നോക്കാതെ തന്നെ നമുക്ക് അത് എഴുതാം. ഇവിടെ എഴുതാം, ആയിക്കോളൂ. നിങ്ങൾ തന്നെ പറയണം ഇതിൽ ആരാണ് കോൺജുഗേറ്റ് ബേസ്, ആരാണ് കോൺജുഗേറ്റ് ആസിഡ് എന്ന്. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റും. ഇതിലെ ഫോർവേഡ് മാത്രം നിങ്ങളിപ്പോ നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ വാട്ടറിനെ എന്ത് ചെയ്തേക്കാണ്, സോറി HCl വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുവാണ്. അപ്പൊ ഇതിലെ ആസിഡ് ആര്, ബേസ് ആര് എന്ന് പറഞ്ഞേ. ആസിഡ് എന്ന് വെച്ചാൽ പ്രോട്ടോൺ ഡോണർ. ഇവിടെ പ്രോട്ടോണെ ഡൊണേറ്റ് ചെയ്ത ആരാ, HCl. എന്നിട്ടല്ലേ പ്രോട്ടോണെ ഡൊണേറ്റ് ചെയ്ത ഒരു Cl- ആയത്. അപ്പൊ പ്രോട്ടോൺ ഡോണർ ആരാണ്, ആസിഡ്. സോ ഇതാരാണ് എന്റെ ആസിഡ്. H2 എന്ന് വെച്ചാൽ ബേസ് എന്ന് വെച്ചാൽ എന്താ, പ്രോട്ടോണെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. സോ ഇതെന്റെ ബേസ്. ഓക്കെ, ഇനി എന്താണ് കോൺജുഗേറ്റ് ആസിഡ് എന്ന് ഞാൻ പറഞ്ഞത്, ഒരു പ്രോട്ടോൺ കൂടുതലായിരിക്കും. അപ്പൊ H3O+ ഒരു പ്രോട്ടോൺ കൂടുതൽ. സോ ഇറ്റ് ഈസ് കോൺജുഗേറ്റ് ബേസ്, സോറി കോൺജുഗേറ്റ് ആസിഡ്. ആസിഡിനാണല്ലോ ഒരു പ്രോട്ടോൺ കൂടുതൽ. ആസിഡ്. ഇനി ഒരു പ്രോട്ടോൺ കുറവുള്ളവർ അതാരാണ്, Cl-. HCl ഒരു പ്രോട്ടോൺ കുറഞ്ഞു വന്നതല്ലേ, അപ്പൊ അവരെന്താണ്, കോൺജുഗേറ്റ് ബേസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ പഠിച്ചു. ആസിഡ് ആര്, ബേസ് ആര്, കോൺജുഗേറ്റ് ആസിഡ് ആര്, കോൺജുഗേറ്റ് ബേസ് ആര്. ആസിഡും ബേസിനും നമ്മൾ ഏത് കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്, ആസിഡും ബേസ് കണ്ടുപിടിക്കാൻ. പ്രോട്ടോൺ ഡോണർ ആണെങ്കിൽ ആസിഡ്, പ്രോട്ടോൺ അക്സെപ്റ്റർ ആണെങ്കിൽ ബേസ്. കോൺജുഗേറ്റ് ആസിഡിനും കോൺജുഗേറ്റ് ബേസിനും എന്ത് കോൺസെപ്റ്റാണ് നോക്കേണ്ടത്, കോൺജുഗേറ്റ് ആസിഡിന് ഒരു പ്രോട്ടോൺ കൂടുതലായിരിക്കും, കോൺജുഗേറ്റ് ബേസിന് ഒരു പ്രോട്ടോൺ കുറവായിരിക്കും. ഓക്കെ അല്ലേ. അപ്പൊ ഈ കേസിൽ നമ്മുടെ വാട്ടർ ബേസ് ആണ്. ഇനി ഈ H3O+ എന്ന് പറയുന്നത്, H3O+ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോൺ ആരിൽ നിന്നും വാങ്ങി വന്നവരാ, HCl ഒരു പ്രോട്ടോൺ വാങ്ങി വന്നവരാണ്. ഇനി Cl- എന്ന് പറയുന്നത് HCl ഒരു പ്രോട്ടോൺ കളഞ്ഞു പോയവരാണ്. ഓക്കെ അല്ലേ. ഇതിന്റെ റിവേഴ്സ് റിയാക്ഷൻ ഞാൻ എഴുതുമ്പോൾ ഇത് മാറുന്നത് കണ്ടോണേ. ഇവിടെ നിൽക്കട്ടെ. നോക്കിക്കോളൂ, റിവേഴ്സ് റിയാക്ഷൻ എഴുതുമ്പോൾ H3O+ പ്ലസ് Cl- ഗീവ് HCl H2O. നോക്കിക്കോ, ഇപ്പൊ എല്ലാം തിരിഞ്ഞു മാറുവേ. H3O+ Cl- HCl വാട്ടറും കിട്ടും. ഓക്കെ, റിവേഴ്സ് റിയാക്ഷനിൽ ഈ H3O+ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്, ആസിഡിനെ H3O+ എന്തായിട്ട് മാറും, H2O ആയിട്ട് മാറും. അതായത് പ്രോട്ടോണെ കളയും. H3O+ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞല്ലോ ആസിഡും ബേസിന് നമ്മൾ പ്രോട്ടോൺ ഡോണർ, പ്രോട്ടോൺ അക്സെപ്റ്റർ, ആ ഒരു കോൺസെപ്റ്റ് എടുത്താൽ മതി. ഇപ്പൊ H3O+ H2O ആയി മാറുന്നത് എങ്ങനെയാണ്, H3O+ H2 ആയിട്ട് മാറുന്ന ഒരു പ്രോട്ടോണെ ഡൊണേറ്റ് ചെയ്തിട്ടാണ്. പ്രോട്ടോൺ ഡോണേഴ്സ് ആർ ആസിഡ്. ഓക്കെ, ഇതൊരു ആസിഡ് ആയിട്ട് മാറി. ഇനി Cl- HCl ആയിട്ട് മാറുന്നു. എങ്ങനെയാണ്, പ്രോട്ടോണെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ്. സോ Cl- എന്താണ്, ബേസ്. ഇതെന്റെ ആസിഡ്, ഇതെന്റെ ബേസ്. ബേസ്, ഇത് ആസിഡ്. ഓക്കെ, ഇനി ഇപ്പുറത്തെ കേസിൽ നോക്കിക്കേ, HCl H2O. HCl എന്ന് പറയുമ്പോൾ Cl- നിന്നും ഒരു പ്രോട്ടോൺ എക്സ്ട്രാ അല്ലേ, പ്രോട്ടോൺ എക്സ്ട്രാ ആവുന്നവരാരാണ്, കോൺജുഗേറ്റ് ആസിഡ്. കോൺജുഗേറ്റ് ആസിഡ്. ഇനി H3O+ന്റെ അകത്തു നിന്ന് ഒരു പ്രോട്ടോൺ കുറയുമ്പോഴല്ലേ H2O ഉണ്ടാവുക. ഒരു പ്രോട്ടോൺ കുറവാണെങ്കിൽ അവരെ എന്തെന്ന് പറയും, കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ബേസ് ആണ് H2O. കണ്ടോ, മേലത്തെ കേസിൽ H3O+ കോൺജുഗേറ്റ് ആസിഡ് ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ
H2O ആണ് കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് റിവേഴ്സിലും ഫോർവേഡിലും നിങ്ങൾ ഓർത്തിരിക്കുക. അതാണ് കേട്ടോ ഈ സെന്റൻസിലെല്ലാം പറഞ്ഞേക്കുന്നത്. ആ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ പറഞ്ഞത് ആ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. നിങ്ങൾ തന്നെ ഇത് വായിക്കാതെ തന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് ആസിഡും ബേസും, ഫോർവേഡിന്റെയും റിവേഴ്സിന്റെയും, ആസിഡും ബേസും കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും, ഈ 4 കാര്യങ്ങൾ 2 റിയാക്ഷൻസിന്റെയും എഴുതി നോക്കുക. എഴുതി നോക്കി കഴിഞ്ഞ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾ എഴുതിയതുപോലെ തന്നെ നിങ്ങൾക്കത് എൻ്റെ അകത്ത് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം കണ്ടായിരുന്നു. ഇവിടെ വാട്ടറിന് 2 വാട്ടർ ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ ഒരു കേസിൽ വാട്ടർ നമ്മൾ ഇവിടെ നോക്കിക്കേ, ആസിഡ് ആയിട്ട് അമോണിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടർ ആരാണ്? ആസിഡ് ആണ്. HCl വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ അതൊരു ബേസ് ആണ്. സോ വാട്ടറിന് നമുക്ക് ആസിഡായിട്ടും ബേസും ആയിട്ടുള്ള 2 റോൾ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ആംഫോടെറിക്. ആസിഡുമായിട്ടും ബേസുമായിട്ടും ആക്ട് ചെയ്യാൻ കഴിയുന്ന മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് ആംഫോടെറിക്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു എക്സാമ്പിള് നമ്മൾ ആൻസർ നോക്കാതെ നമ്മൾ തന്നെ എഴുതാൻ പോവാണ്. എന്നോട് പറഞ്ഞിട്ടുള്ളത് കോൺജുഗേറ്റ് ബേസസ് എഴുതുക. ഈ തന്നിരിക്കുന്നവരുടെ കോൺജുഗേറ്റ് ബേസസ്. ഇപ്പൊ നിങ്ങൾ ഇത്രയും കാര്യം നോക്കേണ്ടതുള്ളൂ. കോൺജുഗേറ്റ് ബേസ് എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രോട്ടോൺ കുറവായിരിക്കണം. HF ൽ നിന്ന് ഒരു പ്രോട്ടോൺ കളഞ്ഞ് F-. H2SO4 ൽ നിന്ന് ഒരു പ്രോട്ടോൺ കളഞ്ഞ് HSO4. അത്രയും കൊണ്ട് നിർത്തരുത്, ഒരു മൈനസ് കൂടെ ഉണ്ട്, HSO4-. അടുത്തത് HCO3- മൈനസിന്റെ അകത്തു നിന്ന് HCO3- അകത്തുനിന്ന് ഒരു പ്രോട്ടോൺ കളയുമ്പോൾ എങ്ങനെയാ പോകുന്നത്? CO3-യും 2-. H അവരുടെ ഇലക്ട്രോൺസിനെ കൊടുത്തിട്ടാണ് പോവുക. അപ്പൊ ആ ഇലക്ട്രോൺസും അതിന്റെ നെഗറ്റീവ് ചാർജും ഈ ഓൾറെഡി ഉള്ള നെഗറ്റീവ് ചാർജും കൂടെ കൂട്ടി 2-. ഓക്കെ, ഫസ്റ്റ് കേസിൽ F- മാത്രമേ ഉള്ളൂ, കാരണം ഒരു H ഉള്ളൂ. ആ H അതിന്റെ ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് പോയി, അപ്പൊ F-. H2SO4 HSO4-, ഒരു നെഗറ്റീവ് ഉള്ളൂ, കാരണം ഒരു H ആണ് പോയത്. ആ H അതിന്റെ നെഗറ്റീവ് ചാർജ് കൊടുത്തിട്ട് പോയി. HCO3- ഓൾറെഡി നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതും H കൊടുത്തിട്ട് പോയതും കൂടെ കൂട്ടി CO3 2-. ഓക്കെ അല്ലേ? ഇപ്പൊ കോൺജുഗേറ്റ് ബേസ് എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രോട്ടോൺ കുറച്ച് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ കോൺജുഗേറ്റ് ആസിഡ് എഴുതുക. കോൺജുഗേറ്റ് ആസിഡ് എഴുതുക എന്ന് വെച്ചാൽ ഒരു പ്രോട്ടോൺ കൂട്ടി എഴുതുക അല്ലേ. NH2- അകത്തോട്ട് ഒരു പ്രോട്ടോൺ കൂട്ടിക്ക്, അപ്പോ NH3. ആ മൈനസും H കൊണ്ടുവന്ന മൈനസും കൂടെ ക്യാൻസൽ ആയി പോയി, അപ്പൊ NH3. NH3-യിലേക്ക് ഒരു പ്രോട്ടോൺ ആഡ് ചെയ്തേ, NH4+. ഇവിടെ കളയാനായിട്ട്, അതായത് ന്യൂട്രലൈസ് ചെയ്ത് പോകാനായിട്ട് നെഗറ്റീവ് ചാർജ് ഒന്നും ഇല്ല പ്രോട്ടോണിന്. സോ ആ പ്ലസ് അതുപോലെ തന്നെ ഇടുക. മൈനസ് ഉള്ള കേസിലാണ് NH2- അകത്തോട്ട് H+ ആയിട്ട് വന്നപ്പോഴാണ് അത് മൈനസും പ്ലസും ക്യാൻസൽ ആയി പോയി NH3 ആയി മാറിയത്. ഇനി NH3 അതേപോലെ നിൽക്കുവാണ്, അതിന്റെ അകത്തോട്ട് H+ വരുവാണ്. അപ്പൊ പ്ലസിന് പോകാൻ ഒരു നെഗറ്റീവ് ചാർജും ന്യൂട്രലൈസ് ചെയ്യാൻ ഇല്ല. സോ അത് NH4+ ആയിട്ട് തന്നെ നിൽക്കും. ഇനി HCO- അകത്തേക്ക് ഒരു H+ കൊണ്ട് വരുമ്പോൾ അത് HCOOH ആയിട്ട് മാറും അല്ലെ. ആ മൈനസും ഈ പ്ലസും കൂടെ ന്യൂട്രലൈസ് ചെയ്ത് പൊക്കോളും, അപ്പൊ HCOH ആയിട്ട് മാറി. ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ലേ എഴുതാനായിട്ട്? ഇതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ H2O, HCO3-, HSO4-, NH3 ഈ 4 പേർക്കും ബ്രോൺസ്റ്റഡ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയും, ബ്രോൺസ്റ്റഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും കോൺജുഗേറ്റ് ആസിഡും ബേസും 2 എഴുതണം. അപ്പൊ നോക്കാം, H2O-യെ കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ് 2 എഴുതണം. കോൺജുഗേറ്റ് ആസിഡ് എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രോട്ടോൺ കൂടുതൽ. അപ്പോ ഒരു പ്രോട്ടോൺ കൂട്ടി എഴുതുമ്പോൾ H3O+, അല്ലെ. കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടോൺ കുറവ്, OH-. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ആളാരാ? HCO3-. HCO3-ന് ഒരു പ്രോട്ടോൺ എക്സ്ട്രാ വന്നാൽ അത് എന്തായിട്ട് മാറും?
H2CO3 നെഗറ്റീവ് ചാർജ് ഒക്കെ പോയി. ഒരു പ്രോട്ടോൺ കുറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും CO3 2- ആകും, CO3 2- ആകും. ഓക്കെ, ഇനി അടുത്ത ആളാരാ പറഞ്ഞേക്കുന്നേ? HSO4- പ്രോട്ടോൺ ആഡ് ചെയ്യുമ്പോൾ H2SO4, പ്രോട്ടോൺ വീണ്ടും പോയി കഴിയുമ്പോൾ SO4 2-. ഒരു എക്സാമ്പിളൂടെ NH3, പ്രോട്ടോൺ ആഡ് ചെയ്യുമ്പോൾ NH4+, പ്രോട്ടോൺ പോയി കഴിയുമ്പോൾ NH2-. ഓക്കെ ആയില്ലേ? ഇത്രയും എക്സാമ്പിൾ മതി നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവാനായിട്ട്. ഇനി ആ കോൺജുഗേറ്റ് ആസിഡും ബേസും മാറിപ്പോവരുത്. ഇനി ഒരു ചെറിയൊരു കോൺസെപ്റ്റും കൂടെ ഉള്ളൂ, അതും ഇതുപോലെ തന്നെ സിമ്പിൾ ആണ് കേട്ടോ. ലൂയിസ് ആസിഡ്സ് ആൻഡ് ബേസസ്. അത് എളുപ്പമാണ്, നോക്കോളൂ. ലൂയിസ് ആസിഡ് ബേസിൽ എന്ന് ഡിഫൈൻ ചെയ്തേക്കുന്ന വെച്ചാല് ഇവിടെ നമ്മള് പ്രോട്ടോണ് അതുപോലെ OH അങ്ങനത്തെ ഒരു കോൺസെപ്റ്റും എടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പീഷീസ് വിച്ച് അക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ. ഇമ്പോർട്ടന്റ് ആണ്, ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ ബേസ് എന്തായിരിക്കും? വിച്ച് ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ, ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ. ആസിഡ് ആണെങ്കിൽ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും, ബേസ് ആണെങ്കിൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോ ഈ ബേസിന്റെ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റും ഈ ലൂയിസ് കോൺസെപ്റ്റിലും ബേസിന് വലിയ വ്യത്യാസമില്ല. കാരണം ബേസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരുന്നു? അവരുടെ ലോൺ പെയറോ അല്ലെങ്കിൽ അവരുടെ പ്രോട്ടോണോ ഡൊണേറ്റ് ചെയ്യുന്നവരാണ്. ഇവിടെ അതുപോലെ തന്നെ ഉള്ളൂ, ഡൊണേറ്റ് ചെയ്യുന്നവരാണ്. ഇവിടെ നമ്മൾ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇവർ രണ്ടുപേരും അവരുടെ ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ബേസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ ആസിഡ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ലൂയിസ് കോൺസെപ്റ്റിൽ കിട്ടിയിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ബേസിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ബേസിന് രണ്ട് കോൺസെപ്റ്റിലും ഒരേ ഐഡിയ തന്നെയാണ്. കാരണം ഡൊണേറ്റ് ചെയ്യുന്നു. ആരെ ഡൊണേറ്റ് ചെയ്യുന്നു? ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ആസിഡിന്റെ കേസ് നോക്കാം. ആസിഡിന്റെ കേസ് നോക്കുമ്പോൾ നമ്മളൊരു BF3 എടുക്കുക. BF3ക്ക് പ്രോട്ടോൺ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവരെ ആസിഡ് ആയിട്ട് കൂട്ടുമോ? ഇല്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞ ലൂയിസ് കോൺസെപ്റ്റ് വെച്ച് നോക്കുക. ബിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് P3 ആണല്ലേ? ലാസ്റ്റ് 3 ബി ബോറോണിന് 3 ലോൺ പെയർ ആണുള്ളത്. ആ 3 ലോൺ പെയറും ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തപ്പം ടോട്ടൽ 6 ആയിട്ടുള്ളൂ. ബോറോണിന് ചുറ്റും ടോട്ടൽ 6 ഇലക്ട്രോൺസ് ആയിട്ടുള്ളൂ. മിച്ചം 2 ഇലക്ട്രോൺസ് കൂടെ വേണം ഇവർക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാനായിട്ട്, അല്ലേ? അപ്പൊ ഇവരെന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്ന് വെച്ചാൽ എന്താ? ഒക്ടറ്റ് ആവാനായിട്ടുള്ള ഇലക്ട്രോൺസിൽ നിന്നും കുറവാണ് ഇവർക്ക്. അപ്പൊ ഇവര് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. ഓക്കെ, ബോറോൺ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, BF3 ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ഇല്ലാത്തവർക്ക് ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ല. ഇവർക്ക് അപ്പൊ ആരെ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവർ ആരാണെന്നാ പറഞ്ഞത്? ആസിഡ് ആണെന്നാണ് പറഞ്ഞത്. സോ BF3 എന്താണ്? അപ്പൊ ഒരു ആസിഡ് ആണ്. അത് നമുക്ക് ഈ ലൂയിസ് കോൺസെപ്റ്റിൽ മാത്രമേ ആസിഡ് ആയിട്ട് BF3 പറയാൻ കഴിയുള്ളൂ. കാരണം ഇലക്ട്രോൺ പെയർ എന്നുള്ള ആ ഒരു ഐഡിയ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ BF3യും അമോണിയയുമായിട്ട്, അമോണിയയുടെ കാര്യം നോക്കിക്കേ. NH3ക്ക് എന്തുണ്ട്? ലോൺ പെയർസ് ഉണ്ട്. അതായത് ഇവർ ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പൊ ഈ ലോൺ പെയറിന് ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഡൊണേറ്റ് ചെയ്യുന്നവർ ആരാണ്? ബേസ് ആണ്. അപ്പൊ ഈ BF3യും NH3യും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ BF3 എന്ത് ചെയ്യുന്നുണ്ട്? ആ അമോണിയയിൽ നിന്നും ഇലക്ട്രോണെ വാങ്ങുവാണ്. സോ BF3 ഇവിടെ ആസിഡ് ആയിട്ട് മാറും. ഡൊണേറ്റ് ചെയ്യുന്ന ആരാണ്? അമോണിയ ആണ്. സോ അമോണിയ അവിടെ ബേസ് ആയിട്ട് മാറുന്നു. ഓക്കെ, BF3ക്ക് പ്രോട്ടോൺ ഒന്നും ഇല്ലെങ്കിൽ പോലും അവർ ആസിഡ് ആയിട്ട് മാറുന്നു. അവർ അമോണിയമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ലോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ലൂയിസ് ആസിഡ് ബേസ് കാറ്റഗറിയിൽ ആരൊക്കെയാണ് വരുന്നത്? നമുക്കൊന്ന് ജനറൽ ആയിട്ട് പറയാം. ഓക്കെ,
ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ ലൂയിസ് ആസിഡ് കാറ്റഗറിയിൽ വരുന്നത്, ലൂയിസ് ബേസ് കാറ്റഗറിയിൽ വരുന്നത്. ലൂയിസ് ആസിഡ് ഇപ്പൊ നമ്മൾ കണ്ടു BF3 ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ലൂയിസ് ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആണ്. ഓക്കെ, ഒരാൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഒരാള് ഇലക്ട്രോൺ റിച്ച്, അതൊരു പോയിന്റ്. പിന്നെ ലൂയിസ് ബേസിൽ കൂടുതലും ലോൺ പെയർ ഉള്ള മോളിക്യൂൾസ് ആണല്ലോ കൂടുതലും ലൂയിസ് ബേസ് ആയിട്ട് മാറുക. ലോൺ പെയർ ഉണ്ടെങ്കിൽ അവർക്ക് അത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ ഇവർക്ക് നോ ലോൺ പെയർ ഒന്നും ഉണ്ടാവില്ല. ഇനി വേറൊരു എക്സാമ്പിൾ, ലൂയിസ് ബേസ് ആയിട്ട് F- N- എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ആയിട്ടുള്ളവരല്ലേ. F- HSO4 മൈനസ്. അപ്പൊ മൈനസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ആണ്. സോ ആ എക്സ്ട്രാ ആയിട്ടുള്ളവരെ അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളവരെ ലൂയിസ് ബേസ് ആയിട്ട് പറയാമല്ലോ. കാരണം ഈ നെഗറ്റീവ് എന്ന് വെച്ചാൽ എക്സ്ട്രാ പ്രോട്ടോണെയാണ് റെപ്രസെന്റ് ചെയ്യുക. അവർക്ക് അത് ഡൊണേറ്റ് ചെയ്യാൻ കഴിയും. ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്നവര് ബേസ് ആണ്. അപ്പൊ ലൂയിസ് ആസിഡ് എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ളവരായിരിക്കും. പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള അയോൺസ് ആയിരിക്കും ലൂയിസ് ആസിഡ് ആയിട്ട് വരിക. കാരണം എന്താ? പോസിറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് അവിടെ കുറവാണ് അല്ലെ. NH4+ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇലക്ട്രോൺസ് കുറവാണ്. അപ്പൊ കുറവുള്ളവർക്കാണ് ഈ പോസിറ്റീവ് ചാർജ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ ആരായിരിക്കും? ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവരായിരിക്കും. സോ ദേ ആർ ലൂയിസ് ആസിഡ്. ഓക്കെ അല്ലെ? അപ്പൊ ഇതൊന്ന് ജനറൽ ആയിട്ട് ഓർത്തിരിക്കുക. ലൂയിസ് ആസിഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ദേ ഹാവ് നോ ലോൺ പെയർ. ദേ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. ലൂയിസ് ബേസ് എന്ന് പറയുമ്പോൾ ദേ ആർ ഇലക്ട്രോൺ റിച്ച്, ദേ ഹാവ് ലോൺ പെയർ ആൻഡ് ദേ ഹാവ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. ഓക്കെ അല്ലേ? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇതാ നോക്കോളൂ. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആയിട്ടുള്ള AlCl3, CO3+, Mg2+. കണ്ടില്ലേ? ഞാൻ പറഞ്ഞു പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള അയോൺസ് ഒക്കെ ആരായിട്ട് മാറും? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. സോ അവരാരാണ്? ലൂയിസ് ആസിഡ് ആണ്. ഇനി H2O, NH3, OH- ഇവരൊക്കെ H12 തന്നെ ഓക്സിജന് ലോൺ പെയർ ഉണ്ട്, ഡൊണേറ്റ് ചെയ്യാം. അമോണിയയ്ക്ക് ലോൺ പെയർ ഉണ്ട്, ഡൊണേറ്റ് ചെയ്യാം. OH- നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ദേ ആർ ക്യാൻ ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ അവരാരാണ്? ലൂയിസ് ബേസസ് ആണ്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഇതാ നോക്കോളൂ. ഇതിൽ OH- ആരാണ്? നിങ്ങൾ ഒന്നും നോക്കണ്ട. നെഗറ്റീവ് ചാർജ് ഉണ്ടോ? ദേ ആർ ലൂയിസ് ബേസ്. അവർക്ക് ഇലക്ട്രോൺസിന് ഡൊണേറ്റ് ചെയ്യാം. F-, they are Lewis base. They can donate electrons. H+ പോസിറ്റീവ് ചാർജ്, അപ്പൊ എന്താണ്? ലൂയിസ് ആസിഡ് ആണ്. BCl3, ഇപ്പൊ BCl3 നമ്മളിത് ചെയ്ത് നോക്കണം. അവർക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണോ അല്ലെ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. B എന്ന് പറയുമ്പോൾ ടോട്ടൽ 3 എണ്ണം അല്ലേ ഉള്ളത് ഔട്ടർ ഷെല്ലിൽ 3 ഇലക്ട്രോൺസ്. ക്ലോറിന് ഇതാ ഓരോ ലോൺ പെയർ വെച്ചില്ലേ ക്ലോറിന്. അപ്പൊ ഓരോ ലോൺ പെയർ ഇവിടുത്തെ ഓരോരുത്തരുമായിട്ട് ബോണ്ട് ചെയ്തു. അപ്പം ടോട്ടൽ 6 ഇലക്ട്രോൺസേ ബോറോൺ ആയുള്ളൂ. രണ്ടുകൂടെ വേണ്ടേ? അപ്പൊ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനല്ലേ നിൽക്കുള്ളൂ അവര്. സോ ദേ ആർ ലൂയിസ് ആസിഡ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. നമ്മളപ്പം ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചത് ആസിഡ് ബേസിന്റെ 3 കോൺസെപ്റ്റ് ആയിരുന്നു. ആദ്യത്തേത് പറഞ്ഞ എന്തായിരുന്നു? അരേനിയസ് കോൺസെപ്റ്റ്. അതിന്റെ അകത്ത് പറഞ്ഞത് എന്താ? ആസിഡ് എന്ന് പറയുന്നത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ബേസ് ആണെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ OH- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ 2 ലിമിറ്റേഷൻസ് കണ്ടു. ഇത് അക്യൂസ് സൊല്യൂഷനിൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ OH ഇല്ലാത്ത അമോണിയ പോലുള്ളവരും ബേസ് ആണ്, പക്ഷെ അവർക്ക് OH- കൊടുക്കാൻ പറ്റുകയില്ല. അപ്പോഴാണ് ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് വന്നത്. അവർ H+ എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. വാട്ടറിന്റെ കേസ് പറഞ്ഞിട്ടില്ല. ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ഡോണേഴ്സ് ആയിരിക്കും, ബേസ് പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആയിരിക്കും. ആ ഒരു പാർട്ടിലാണ് നമ്മൾ എന്ത് കണ്ടത്? കോൺജുഗേറ്റ് ആസിഡ് ബേസ് ആ ഒരു പെയറിനെ കുറിച്ച് കണ്ടത്. അതിൽ പറഞ്ഞത് കോൺജുഗേറ്റ് ആസിഡിന് ഒരു എക്സ്ട്രാ പ്രോട്ടോൺ കാണും, കോൺജുഗേറ്റ് ബേസിന് ഒരു പ്രോട്ടോൺ കുറവായിരിക്കും. ഓക്കെ, അത് വെച്ച് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിട്ടുള്ള ലൂയിസ് ആസിഡ് ആൻഡ് ബേസ്. അതിലെന്താ പറഞ്ഞത്? ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആണ്, ബേസ് ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് ആണ്. പിന്നെ ലൂയിസ് ആസിഡ് ആവാനും ലൂയിസ് ബേസ് ആവാനുമുള്ള ജനറൽ ആയിട്ടുള്ള 3 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അവരുടെ എക്സാമ്പിൾസ് നോക്കി, അവരുടെ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് നോക്കി. ഓക്കെ അല്ലേ? അപ്പോ
ഈ ഒരു സെക്ഷനിൽ ഇത്രേ ഉള്ളൂ. ആസിഡ് ബേസ് എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ 3 കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട്. പിന്നെ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. ഓക്കെ, ക്ലാസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.